ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഉയിൻ്റെ അപ്പ എവിടെ തിരിഞ്ഞാലും തൊപ്പി മമ്മു തൊപ്പി മമ്മു തൊപ്പി മമ്മു ഇത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒരു ഇൻ്റർവ്യൂ ആളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നൊരു ലെവലിലാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ ഇടുന്നതിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ വന്ന തൊപ്പിയുടെ ലൈവിലുള്ള കുറച്ച് കാണിച്ചു കൂട്ടലും എല്ലാം കണ്ട സമയത്താണ് എനിക്ക് പേഴ്സണലി ഈ ടോപ്പിക്ക് പറയണം തോന്നിയത്. അപ്പം അതുകൊണ്ട് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണിത്. എനിക്കറിയാം എല്ലാവരും ഈ ടോപ്പിക്ക് എല്ലാവരുടെ സൈഡിലുള്ള ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു എന്നറിയാം. എന്നാലും എൻ്റെ പേജിൽ കൂടെ എൻ്റെ സൈഡിലെ ഒപ്പീനിയനും കൂടെ പറയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ സംഭവ ബഹുലമായ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാഞ്ഞാളക്കാര്യവും എന്താന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കും. വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ചാനലിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണിത്. എല്ലാ യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാരുടെയും സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു ചാനൽ തന്നെയാണ് വെറൈറ്റി മീഡിയ. കാരണം ഇൻഫ്ലുവൻസർ ലെവലല്ല, ആരെങ്കിലും ഒരാൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തൊന്ന് തുമ്മിയാൽ മതി, അപ്പോഴേക്ക് വെറൈറ്റി മീഡിയക്കാർ ഇവരെ പിടിച്ചുകൊണ്ട് വന്നിരുന്ന് ഇവരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് നല്ല വെടുപ്പായിട്ടുള്ള തമ്മിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരങ്ങിടും. അങ്ങനെ റീസെൻ്റ്ലി നമ്മുടെ തൊപ്പിയുടെ ഫ്രണ്ടായിട്ടുള്ള അല്ലെ തൊപ്പീൻ്റെ ഗ്രൂപ്പിലുള്ള മമ്മൂനെ ഇൻ്റർവ്യൂവിലോട്ട് കൊണ്ടുവന്നു. മമ്മൂനെ അറിയുന്നവർ അല്ലെങ്കിൽ തൊപ്പീൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മമ്മു എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ബേസിക്കലി മനസ്സിലായിട്ടുണ്ട് നല്ലൊരു വെറുപ്പിക്കൽ സ്വഭാവമുള്ളൊരു പെർട്ടിക്കുലർ ചെക്കൻ. ആ വീഡിയോയിലാണെങ്കിലും എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളാണ് ആൾ ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു ഓവറാക്കൽ, പറയുന്ന കാര്യത്തിന് ഒരു അന്തല്ല, എന്താ പറയേണ്ടത്, എവിടെയാണ് പറയേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് ഒന്നും അറിയാണ്ട് എന്തൊക്കെയോ പറയുന്ന ഒരാൾ. അത് ഈ ഇൻ്റർവ്യൂവിൽ മാത്രമല്ല, തൊപ്പീൻ്റെ ലൈവ് സ്ട്രീം കയറി കണ്ടിട്ടുള്ള ആൾക്കാർ മമ്മൂനെ കണ്ടിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്കറിയാം അങ്ങനത്തെ ഓരോ കളികളാണ് ഈ മമ്മു. അപ്പം മമ്മൂനെ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരുന്ന സമയത്ത് അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവൻ്റെ വായന അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വരൂ. അപ്പം ഇവിടെ ഇൻ്റർവ്യൂവിൽ കുറേ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്ന ഒരു മെയിൻ പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിൽ മമ്മു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂൻ്റെ സുഹൃത്തും കൂടെ എന്ത് ചെയ്യാണ്, കുളിമുറി ഒളിഞ്ഞു നോക്കാൻ പോകലുണ്ട്. ആ പ്രായത്തിൽ ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവർ ഇങ്ങനെ എന്തൊക്കെയോ കുത്തിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഞാൻ പകൽ സമയങ്ങളിലാണ് പോവുക, ആരും അറിഞ്ഞിട്ടൊന്നുമില്ല, അറിഞ്ഞാലും ഞങ്ങൾ മെല്ലെ സ്കൂട്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ഭാഗം കണ്ടവർക്ക് അറിയാം, വേറെ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാനിത് വീണ്ടും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം എനിക്ക് പറയാനുള്ളത് ഇപ്പുറത്തിരിക്കുന്ന ഈ പെണ്ണിനെ കുറിച്ചിട്ടാണ്. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെണ്ണ്, എൻ്റെ പൊന്നു മോളെ, എനിക്ക് വിവരല്ലേ, എനിക്ക് ബുദ്ധിയില്ലേ, മമ്മു ഇതാണ്, മമ്മൂൻ്റെ കയ്യിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ, ഈ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ ഈ ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണ് കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുക എന്ന ഓപ്പോസിറ്റുള്ള ഒരുത്തൻ പറയുമ്പം എന്ത് ആറ്റിറ്റ്യൂഡാണ് ഈ ചോദിക്കുന്നത്? അതിനോടുള്ള ഒരു ത്വര, എന്ത് ത്വര? ഇപ്പം ഈ ശരിക്കും ഒരു ലേഡിയല്ലേ, ഈ കുളിക്കുന്നത് ഇവ നോക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കാൻ എനിക്ക് തോന്നുമോ? ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുമ്പം ബേസിക്കായിട്ട് കുറച്ച് ബുദ്ധി വേണം. ബുദ്ധിയും വിവരവും ബോധമുള്ള ആൾക്കാരെ മാത്രം ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയിരുത്തുക, അല്ലാത്ത ടീമുകളെയൊക്കെ ആ സീറ്റിൽ നിന്ന് എടുത്ത് മാറ്റിക്കും. അതെനിക്ക് ആദ്യം പറയാനുണ്ട്. മമ്മൂൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, മോനെ, ഇനിയെങ്കിലും ചെറിയ ചെക്കനാണെന്നറിയാം, ഇനിയെങ്കിലും നാവിന് കുറച്ച് ലൈസൻസ് കൊടുക്ക്. ഈ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറയാൻ നിൽക്കല്ലേ. എന്തൊരു വൃത്തികെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് കാണുന്ന എൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ ഈ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്കൊരു പെങ്ങളുണ്ട്, പെങ്ങളെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? എന്ത് സേഫ്റ്റിയാണുള്ളത്? എന്തിൻ്റെയൊക്കെ പുറത്താണെങ്കിലും അവർക്കിതൊരു കണ്ടൻറ്റാണ്. അവരിത് കട്ട് ചെയ്യാനോ അവരിത് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല. അവർ ഈ പീസ് ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കും മേ ബി ആ ഇൻ്റർവ്യൂ തന്നെ അപ്ലോഡ് ചെയ്യുക. അവർക്കിതൊരു കണ്ടൻറ്റാണ്, ക്യാഷ് ഏർണിംഗ് ആണ്. പക്ഷെ നീ ഒരു ഇൻ്റർവ്യൂവിൽ പോയിരിക്കുമ്പോൾ കുറച്ച് ആലോചിക്കണ്ടേ? തീരെ ബുദ്ധിയില്ലാത്ത അങ്ങനെയാണ് എന്ത് ചെയ്യണമെന്നറിയാം, ഇൻ്റർവ്യൂവിന് പോവരുത്, മാറി നിൽക്കണം, അടങ്ങി ഒതുങ്ങി നിൽക്കണം. ബാക്കി എത്ര ഫ്രണ്ട്സ് ഉണ്ട് തൊപ്പിയുടെ, എത്ര ഗ്യാങ്ങിൽ ആൾക്കാരുണ്ട്? ആരെങ്കിലും ഒരാളിങ്ങനെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചോദിക്കുന്നോ ആക്കുന്നോ ഉണ്ടോ? ഇല്ല. കാരണം മമ്മൂനെ വിളിച്ചാലേ ഇങ്ങനത്തെ ഓരോന്ന് കിട്ടൂ എന്നുള്ള ബുദ്ധി അവർക്കുണ്ട്.
അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊപ്പി ഇന്നലെ ലൈവിൽ വന്ന് വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. മമ്മൂനെ നമ്മളുടെ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ ഒഴിവാക്കുകയാണ്, ഇങ്ങനെ ഒരുത്തൻ നമ്മളുടെ ഗ്രൂപ്പിൽ വേണ്ട എന്നൊക്കെ പറയുന്നു, പോൾ ഇടുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് ഭാഗങ്ങളുണ്ട്, നമുക്കതൊന്ന് കാണാം. അപ്പം നീ തന്നെ അവരോട് ചോദിക്കുക. അറിയില്ലേ ഇങ്ങനെയൊന്നും എന്റെ തലയ്ക്ക് വരുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമയെല്ലാം കാണുന്ന പോലെ ചെയ്തു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. ഒന്നും ചെയ്യൂല ഒരാളെ, ഒരു പെണ്ണുങ്ങളും ആരും ഒരു ഫാമിലിയിലും ഒന്നും ഞാൻ പറയൂല. എല്ലാരും ക്ഷമ ചോദിക്കും. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അവനെ എംആർജി കിക്ക് ആക്കുന്ന പറയുന്ന ഇതാ, ഇത് നമ്മളെയും കൂടി ബാധിക്കുന്ന മോനെ. എന്തായാലും നിന്നെ പുറത്ത്, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാം, 6 മാസത്തേക്ക് സസ്പെൻഷൻ കൊടുക്കുക. ഒരു കൊല്ലം കൊടുക്കണം എന്നാ ഞാൻ പറയുന്നു, 1 കൊല്ലം കൊടുക്കണം. എങ്ങനെ ഇവന് നമ്മൾ പറഞ്ഞു വരുന്നതും സസ്പെൻഷൻ കൊടുത്ത് 6 മാസം ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ പുറത്താക്കിയെന്നാവൂലല്ലോ, ഇത് പണിഷ്മെന്റ് സസ്പെൻഷൻ എന്നുള്ള ഇതിലായിക്കോളൂ. 6 മാസം കൊണ്ട് ഇവൻ തന്നാന്നുണ്ടെങ്കിൽ. തൊപ്പീന്റെ പണ്ടത്തെ ഒരു ലൈവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ തൊപ്പീൻ്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ തൊപ്പി ഇതിനെ ന്യായീകരിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താ പറയുക, പൂവൊക്കെ ഇട്ടിട്ട് സ്വീകരിച്ച് ഇവനെ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിൻ്റെ ബാക്കിൽ വെച്ചിണ്ടോ പീലിംഗ് എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഡാൻസ് കളിച്ചാണ്. പക്ഷെ ഇപ്പോൾ തൊപ്പിയിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ തൊപ്പി എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. തൊപ്പീൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ്, ലൈവിൽ കൂടെ ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ലൈവിൽ ചോദിക്കുകയാണ് മമ്മൂനെ നിർത്തണോ നിർത്തണ്ടേന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് പ്ലാൻഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണ്, പറ്റിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ചോദിച്ചല്ലോ, അതാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 6 മാസത്തേക്കെങ്കിലും ഒഴിവാക്കിയല്ലോ. എത്രയൊക്കെ ആണെങ്കിലും തൊപ്പിക്ക് അറിയാം ഇവൻ്റെ വായയിൽ ലൈസൻസ് ഇല്ല, ഇവൻ തോന്നിയത് ഇങ്ങനെ പറയും, ആ പറഞ്ഞതെടുത്ത് ആ മീഡിയക്കാരെ കളിച്ചതാണ് എന്നുള്ളൊരു തോട്ടൊക്കെ തൊപ്പിയുടെ സൈഡിലുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം തൊപ്പി ഇതൊരു പ്ലാൻഡോ അല്ലെ സ്ക്രിപ്റ്റഡ് എന്ന രീതിയിൽ ഇത് പെരുമാറിയിട്ടുള്ളത്. പ്ലാൻഡ് ആണെങ്കിലും സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഇത്രയെങ്കിലും തൊപ്പിയുടെ വായയിൽ നിന്ന് വന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കലും ന്യായീകരിക്കാൻ നിന്നില്ലല്ലോ. അതിൻ്റെ ഒരു ബുദ്ധിയും ബോധമൊക്കെ തൊപ്പിക്ക് വന്നല്ലോ. ഈ ലൈവ് ഫുള്ള് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം തൊപ്പി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ പറഞ്ഞ തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അവൻ്റെ നാവിനൊരു ലൈസൻസ് ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ തൊപ്പി ഇവൻ്റെ തെറ്റ് മനസ്സിലാക്കി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് മമ്മൂനെ ഒഴിവാക്കണോ ഒഴിവാക്കണ്ടേ എന്നൊക്കെ ഉള്ളത് ഈ നിങ്ങളുടെ MR നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം തൊപ്പി എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിനൊരു നെയിമുണ്ട്. ആ നെയിം കളയുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പെർട്ടിക്കുലർ വ്യക്തിനെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു ഒപ്പീനിയനുള്ള ഒരാളാണ് ഞാൻ. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിന് തന്നെ നാണം കെട്ടു, നിങ്ങളുടെ ഗ്രൂപ്പിനെ തന്നെ പറയിപ്പിച്ചു, നിങ്ങൾ തന്നെ ഒന്നും അല്ലാണ്ട് പോയൊരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിനെ ആ ഗ്രൂപ്പിൽ എക്സിസ്റ്റൻസിന് നിർത്തണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 6 മന്ത് പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒന്നും അല്ല വേണ്ട, ഒഴിവാക്കണം. അങ്ങനെ ഒരു ഇത് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പിന്നെയും ആളിലൊരു ചേഞ്ച് ഉണ്ടാകാൻ പറ്റൂ. കാരണം ചെറിയൊരു അലിഗേഷനൊന്നുമല്ല, ചെറിയൊരു കാര്യമല്ല. കാരണം തൊപ്പിക്കൊക്കെ ഒരുപാട് ഫാൻസാണ് ഉള്ളത്, ഒരുപാട് ഫാൻസ്. തൊപ്പിൻ്റെ കുറേ ലൈവ് സ്ട്രീമിൽ ഈ പുറത്ത് പോകുന്നതും ഈ റീസെൻ്റ്ലി അല്ല, കുറച്ച് മാസം മുമ്പ് എങ്ങാനും ഏതൊരു ഫെസ്റ്റിൽ പോയ ടൈമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തൊപ്പി ജ്യൂസ് കഴിക്കാൻ കയറിയ കടയിൽ വരെ ഒരു കിൻഡലിനടക്കുന്ന ആൾക്കാർ വന്നിട്ട് ആ കട തന്നെ മൂടിപ്പോയൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് ഫാൻസ് ഉണ്ട്. ആ ഉള്ള ഫാൻസൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്, എന്ന് വെച്ചാൽ ഒരു ചെറിയ ചെക്കന്മാരാണ് കൂടുതലുള്ളത്. അപ്പം നിങ്ങളെയൊക്കെ ഇത് കാണുമ്പം കുട്ടികൾക്ക് ഇതൊരു ബാഡ് മെസ്സേജാണ് നിങ്ങളുടെ ഗ്രൂപ്പും ടീമും കൊടുക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് മമ്മു ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവനെ ആക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ പ്ലാൻഡ് ഡ്രാമേൻ്റെ ഭാഗമായിട്ട് പുറത്താക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, സസ്പെൻഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അതും നമുക്കൊന്ന് കാണാം. നമുക്ക് എന്തായാലും ഇവനെ പുറത്തേക്ക് വിട്ട ഡേഞ്ചറാണ്. ഒരു കാര്യം ചെയ്യാം, MRG ഇവനെ പുറത്താക്കാം. അല്ല, അത് വേറെ മാനേജ്മെന്റ് പറയുന്ന കേൾക്കണം. മുക്ക ഞാൻ പറയുന്ന MRCയിൽ നിനക്ക് തുടരാൻ പറ്റൂല. മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇതെല്ലാം നിനക്ക് അറിയുന്നില്ല. നീ എന്ത് മണ്ടത്തര ഈ കരഞ്ഞോണ്ട് പറയുന്നത്. ഓക്കെ, നിന്നെ ആ വീടിന്ന് അയക്കുന്നില്ല, നീ ഇവിടെ നിന്നോ. പക്ഷെ ഗ്യാങ്ങിൽ നിനക്ക് തുടരാൻ പറ്റൂല. ലിസ്റ്റൊന്നും പേര് എന്റെ വെട്ടിക്കളഞ്ഞു. വേറെ വഴിയില്ല മോനെ. കുറച്ച് ഞാനൊരു കാര്യം പറ്റും, ഒരു 6 മാസത്തേക്ക് സസ്പെൻഷൻ, അതെങ്കിലും എനിക്ക് ചെയ്തേ പറ്റൂടാ. ഓക്കെ, നിസ്കാരം. യെസ് 5 നേരം നിസ്കരിക്കട്ടെ. ഡബ്ല്യു ഡിഷൻ അത് വേറെ പറ. അടുത്ത പറ. എല്ലാ ദിവസവും രാവിലെ ജിമ്മ്, ഡയറ്റ്, ഇവന്റെ ഈ വാരി കഴിച്ചുള്ള തീറ്റ നിർത്തിക്കണം. 5 നേരം നിസ്കരിക്കട്ടെ. പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സോ ഇതോ പഠിക്കാനും വിടാം.
ഫൈനലി MRC കോടതി തീരുമാനിച്ച 3 ശിക്ഷകളാണ്. ഒന്ന് 6 മാസത്തേക്ക് സസ്പെൻഷൻ ഫ്രം MRC ഗ്യാങ്. സെക്കൻഡ് തിങ് പഠിക്കാൻ വിടണം, ജിമ്മിൽ പോകണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, നിസ്കരിക്കണം. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ച് ഒരു ഒപ്പീനിയനും പറയാനില്ല. ഇനിയെങ്കിലും ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് മമ്മൂനെയോ തൊപ്പീനെയോ ഒന്നും പറയാനോ, അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാനെന്തോ സ്റ്റാർ ആവണ് അല്ലെങ്കിൽ ഞാനെന്തോ വലിയ സംഭവമാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ പുളു അടിക്കുന്ന കുറേ ടീമുണ്ട്, അല്ലെങ്കിൽ സത്യസന്ധമായി പറയാം തള്ളി മറയ്ക്കുന്ന കുറച്ച് ടീമുണ്ട്. അപ്പം തള്ളൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളിങ്ങനെ എന്തേലൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. നിങ്ങൾ വെറും പൂജ്യമാണ്. മമ്മൂനെ ഞാൻ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, മമ്മൂനെ എങ്ങനെയെങ്കിലും ഒന്ന് ലൈം ലൈറ്റിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം ചീഞ്ഞ് നാറിയ ഒരു ലൈം ലൈറ്റ് അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പഠിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. പഠിക്കാൻ പോവുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികളുടെ മുമ്പിലാണെങ്കിൽ എല്ലാവരുടെ മുമ്പിലാണെങ്കിൽ ആ ഒരു ഇമേജ് വന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ മീഡിയയുടെ മുമ്പിൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ വീഡിയോസ് കൂടെ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ നോക്കിയും കണ്ടും സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ പറ്റാത്ത വ്യക്തികളൊന്നുമില്ല. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ഞാൻ പറയലുണ്ട്, എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഞാൻ പറയലുണ്ട്. ബട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ്. ചിലപ്പോൾ വല്ല മാത്തമാറ്റിക്സിൻ്റെ കണക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല സ്ഥലത്തിൻ്റെ പേരോ ഒരു കൗണ്ടിലോ ഒക്കെ ആയിരിക്കും എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇമാതിരി ബ്ലെൻഡേഴ്സും മണ്ടത്തരും ഒന്നും കയറി നമ്മൾ എന്ത് ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ പറയണം. ഇത് ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും ഒരു മെസ്സേജ് ആയിക്കോട്ടെ. സോ നോക്കിയും കണ്ട് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത് വലിയൊരു വിനയാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.